പുറത്തു കൂടെ ഇറങ്ങട്ടെ. എൻ്റെ ഫോൺ എടുത്തു. ടെണ്ടേ എനിക്ക് 2 പഴംപൊരി ഉണ്ട് പറഞ്ഞിട്ട് കിട്ടിയിട്ടില്ല. ഓ എന്ത് പൊട്ട്. ഇതിപ്പോൾ ഞാൻ 2-3 ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ കുട്ടികളെ ഇവർ വന്നാൽ അപ്പോൾ ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോകണം. അതിന് വേണ്ടിയിട്ട് വാശി പിടിച്ച് കരഞ്ഞിരിക്കുകയാണ് മിക്കു ആമി. അപ്പോൾ അവരെ ഒന്ന് പുറത്ത് കൊണ്ടുപോയിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് റെഡിയാക്കുകയാണ്. അല്ല മിക്കുവിനെ എങ്ങനെ കഴിച്ചേ? അപ്പുറത്തെ ഡോർ ഓർത്തില്ലേ കുട്ടി എന്തെങ്കിലും ചെയ്യോ? നോക്കുവോ? പിന്നെ അവർക്ക് പോട്ടെട്ടോ, നടത്തക്കാരും റോട്ടിൽ കൂടെ നടക്കാൻ പോണ ആളുകളുണ്ട്. ഇത് വൈകുന്നേരത്താണ്. അപ്പോൾ അവരവിടെ ഉണ്ടാവണ്ടേ. കാർ ഇങ്ങോട്ട് കയറ്റാനും പറ്റില്ല. ഇവർ രണ്ടാളും മുറ്റത്തല്ലേ, ഗേറ്റ് തുറക്കണ്ടേ. മിക്ക ഓടി. അപ്പോൾ അവിടെ ഇട്ടിട്ടാണ് കയറ്റാലോ എന്ന് വിചാരിച്ചു. കാർ ഇങ്ങോട്ട് കയറ്റാതെ അതിന് വേണ്ടിയിട്ട് വെയിറ്റിങ്ങിലാണ് ഇവർ. അപ്പോൾ കാറ് കണ്ട പിന്നെ മിക്ക ഓടിപ്പോയി കയറും. അത് പ്രശ്നമൊന്നുമല്ല അവന്. നമ്മുടെ വീട്ടിലേക്ക് പോണോ? അത് തെറ്റിയോ? അല്ലല്ല ഇവരെ കൊണ്ട് പോവാ. കുറെ നേരമായി അവന് സോനെ കൊടുക്കില്ലേ. ഒന്ന് കൊണ്ടേക്ക് കൊണ്ടേ പ്രണാവിനെ ഉണ്ണിമോളെ മാത്രമാണേ അവന് സോനെ കൊടുക്കില്ലേ. അത് പുറത്ത് കൊണ്ട് ഇവരെ രണ്ടാളും കൊണ്ടേ അത് വരി വിറ്റാലും ലക്ഷ്യം വെച്ചു കേൾക്കാം. അല്ല ഇത് നല്ല എനിക്ക് ചോദിക്കാം. ഇത് പോണില്ലേ കൂട്ടിരിക്കാൻ? ഹലോ ഇതാ പോയി തിരിച്ചു വന്നു രണ്ടാളും. അവർക്കൊരു സന്തോഷം. ആ മിക്കു ഇവിടെ കിടക്കുന്നുണ്ടോ? പൊന്ന എന്തൊക്കെ കിടക്കണ മിക്കുട്ടിയെ? വാ നമുക്ക് മാമുണ്ട പോയിട്ട്. മിക്കുട്ടി വരൂ. എൻ്റെ പൊന്നുവിന് നീച്ചേ മാമുണ്ട് ഇട്ടില്ലെന്നേ. സമയം 1 മണിയായി. ഇതിപ്പോൾ ഞാൻ ഇന്നലെ എടുത്ത വീഡിയോ ആണ്. മിക്കു ഇപ്പോൾ ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒതുങ്ങി കിടക്കുക. മൂത്രം ഒഴിക്കുമ്പോഴാണെങ്കിൽ മെല്ലെ മെല്ലെ പോകണുള്ളൂ. കുട്ടിക്ക് എന്തോ മരുന്ന് കൊടുത്തിട്ട് മാറിയിട്ടില്ല. അപ്പോൾ ഇവനെ കൊണ്ടുപോയി ഭയങ്കര റിസ്ക്കാണ്. അവൻ അവിടെ നിന്ന് തന്നെ കഴിഞ്ഞ പ്രാവശ്യം വയ്യാതെയാണ് ഇഞ്ചക്ഷനൊക്കെ വെച്ചപ്പോഴേ. അത് പേടിച്ചിട്ടാണ്. അപ്പോൾ കുട്ടിയുടെ പിന്നാലെ നടക്കുക. അപ്പോൾ ഓരോ തുള്ളി അവൻ അങ്ങനെ മൂത്രം ഒഴിക്കണതേ. അപ്പോൾ ഇനിയിപ്പോൾ കൊണ്ടുപോകാൻ നിൽക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ ഇന്നലെയൊക്കെ എടുത്ത വീഡിയോ ആണ്. കുട്ടീനെ ഒന്ന് കൊണ്ടുപോകാൻ നിൽക്കുകയാണ്. ഇപ്പോൾ കണ്ടുപോകാൻ സോഫയിൽ വന്ന് കിടക്കുകയാണ്. അപ്പോൾ ഇവനെ ഇങ്ങനെ മൂത്രമൊക്കെ കണ്ടപ്പോൾ സങ്കടം വന്നു. എൻ്റെ കുട്ടി ഇങ്ങനെ എല്ലായിരുന്നു. അതെ ഭയങ്കരമായിട്ട് നല്ല ആക്റ്റീവായിരുന്നു എൻ്റെ കുട്ടി. അതിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ ഇങ്ങനെ മരുന്നൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ദൂരയാത്ര പിന്നെ ദൂരം കൊണ്ടുപോയാലും അവിടെ പോയിട്ടുള്ള എക്സ്റേ സ്കാനിങ് നമ്മൾ പോയിട്ട് പെട്ടെന്നുണ്ട് പോരല്ലോ നടക്കില്ലേ. എൻ്റെ കുട്ടി അത് കൊണ്ടുപോകാനുള്ള ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവരെ.
ഒന്ന് കൊണ്ടുപോയി കൊണ്ടുവരാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഇതിപ്പോൾ തൃശ്ശൂർക്ക് എത്തണം. ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ടെന്നറിയോ തൃശ്ശൂർക്ക്. എന്നിട്ട് അവിടെ കൊണ്ടുപോയിട്ട് വേണം കുട്ടീനെ. ഇനിയിപ്പോൾ എക്സ്റേ വേണം, സ്കാനിങ് വേണം, ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം, മൂത്രം ടെസ്റ്റ് ചെയ്യണം, എല്ലാതും വേണം. ഭയങ്കര സങ്കടമായിരിക്കും ഇപ്പോൾ ഇങ്ങനെ കിടക്കണുണ്ടപ്പോൾ. നാലഞ്ച് കൊല്ലമായിട്ട് എൻ്റെ കുട്ടീൻ്റെ ഒരു നിഴലാണ്. ഞാൻ ഈ വീടിൻ്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ അവൻ്റെ കൂടെ എനിക്ക് ഭയങ്കര വിഷമം എൻ്റെ കുട്ടീനെ ആലോചിച്ചിട്ട്. വേഗം മാറട്ടെ വെച്ചിട്ട് ഒരുപാട് വീടുണ്ടാവും. ഇപ്പം മുഖത്തേക്ക് നോക്കുകയാണ് എന്താ അമ്മ എന്ന് വെച്ചിട്ടാണ് അവൻ നോക്കണത്. അവനറിയാം നമ്മൾ എന്ത് ചെയ്താലും അവനറിയാം, അവന് വിഷമം വരും വേഗം. അവനിക്ക് സങ്കടം വന്നപ്പോൾ അവന് സങ്കടം. ഞാൻ അവനെ സത്യം പറഞ്ഞാൽ എൻ്റെ കുട്ടിക്ക് ഒരു അസുഖം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ അവൻ ഇതിൽ കണ്ടപ്പോഴേ, എന്നാലും അവൻ ആക്റ്റീവാണ്. പക്ഷേ മൂത്രം പോണില്ലെങ്കിൽ പിന്നെ അറിയാമല്ലോ അത് എത്ര വേദന സഹിക്കുന്നുണ്ടാവും. ചിലപ്പോൾ ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയി അവർ പറയും പിന്നെ ഇത് ഇത്രയും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ആദ്യം മരുന്ന് തന്നത്. പിന്നെ അങ്ങനെ ആയിട്ടിപ്പോൾ കുട്ടിക്കിപ്പോൾ അത് കണ്ടോ, ഇപ്പോൾ പിന്നെ ഇപ്പോൾ ഒരു 10-15 ദിവസമായി ഇപ്പോൾ ഇങ്ങനെ തന്നെ നടക്കൽ തുടങ്ങിയിട്ട്. ഇനിയിപ്പോൾ അത് മാറണമെങ്കിൽ ഇനിയിപ്പോൾ അവിടെ കൊണ്ടുപോകേണ്ടി വരും. അതിപ്പോൾ കുറച്ച് ദൂരമല്ലേ, അതാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടേ. എന്നാലും കുട്ടീനെ കൊണ്ടുപോയേ പറ്റുള്ളൂ. എങ്ങനെയെങ്കിലും റിസ്ക് എടുത്ത് കൊണ്ടുപോകണം. ഫുള്ള് AC-ലൊക്കെ ആക്കിയിട്ട് കൊണ്ടുപോകണം കുട്ടീനെ, എന്നാലേ ഇപ്പോൾ നടക്കുള്ളൂ. ബിസ്ക്കറ്റ് വേണം, കുട്ടീനെ ഇങ്ങനെ ഇതാക്കിയിട്ട് ഇരിക്കാൻ പറ്റില്ലേ. അതിപ്പോൾ ഇരിക്കണുണ്ടോ, വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട്. ഞാൻ മാക്സിമം ഞാൻ എന്താ വേണ്ടി അവന് ചെയ്യുന്നുണ്ട്. പിന്നെ മധുരം കൊടുക്കല അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. അതിപ്പോൾ ബിസ്ക്കറ്റ് കൊടുക്കണ മധുരമുള്ളതൊന്നല്ല ഞാൻ കൊടുക്കണത്. അവരുടെ ബിസ്ക്കറ്റാണ് ഞാൻ കൂടുതൽ കൊടുക്കുക. പിന്നെ മധുരം ഇല്ലാത്തത് വാങ്ങിക്കും, ഉപ്പില്ലാത്തത് കിട്ടില്ല, അങ്ങനത്തത് അതൊക്കെ ഞാൻ അവന് അത് അധികം കൊടുക്കൊന്നുമില്ല. കുട്ടിക്കാണെങ്കിൽ എനിക്കാണെങ്കിൽ പിന്നെ എന്തെങ്കിലും വന്നു എന്ന് കണ്ടാൽ പിന്നെ തലവേദന വരിക എന്താണെന്നറിയില്ല. ഭയങ്കര സങ്കടമാവും കുട്ടിക്ക് എന്തെങ്കിലും വയ്യ തോന്നി. ഈ ആമിപ്പോൾ വന്ന കുട്ടിയാണ് സംഭവം ശരിയാണ്. പക്ഷേ മിക്കു പറഞ്ഞാൽ ഈ വീഡിയോ, എൻ്റെ പഴയ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം അവൻ്റെ കുട്ടിക്കാലം എങ്ങനെയായിരുന്നു, പിന്നെ അവൻ ഞങ്ങളടുത്ത് എങ്ങനെയെന്നൊക്കെ. അപ്പോൾ അവനായിട്ട് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരുന്നിട്ടേ ഈ കുട്ടിയുടെ പിന്നാലെ നടന്നിട്ട് അവൻ നടന്നപ്പോൾ ഞങ്ങളുടെ ഒരു ഭാഗമായി മാറിയ പോലെയാണ്. അതിന് വയ്യാന്ന് കണ്ടാൽ, പ്രത്യേകിച്ച് ഇപ്പോൾ അടുത്തൊരു ഹോസ്പിറ്റൽ സൗകര്യമുള്ളതുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കൊണ്ടുപോകുക ചെയ്ത് അതുമില്ല. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായി ഈ കുട്ടികൾക്ക് എന്തെങ്കിലും വയ്യാതെ ചെയ്യുക. അപ്പോൾ എല്ലാവരും എൻ്റെ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ അങ്ങനെ വെള്ളം ഇപ്പോൾ കുടിച്ചു. ഞാൻ പിന്നെ ഒന്നും കൂടി പാത്രം എടുത്തിട്ട് കുടന്നു കൊടുത്തത് ആ കുട്ടിക്ക് കുടിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അവൻ കുടിച്ചില്ല. ഞാൻ മാക്സിമം ചിക്കനൊക്കെ വേവിക്കുമ്പോൾ കൂടുതൽ വെള്ളം വെച്ചിട്ട് അവന് കൊടുക്കുക ചെയ്യുന്നത്. രണ്ടാൾക്ക് കൊടുക്കും, പകുതി ആക്കിയിട്ടാണ് കൊടുക്കും. അപ്പോൾ കുട്ടീനെ ഇപ്പോൾ ഇത് കൊണ്ടുപോകാൻ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ നാളെ കൊണ്ടുപോകണം പറഞ്ഞപ്പോൾ ഞാൻ ഇപ്പോൾ ഇന്ന് വീഡിയോ പിന്നെ എടുത്തത് ഇപ്പോൾ 2 ദിവസം മുമ്പ് എടുത്ത വീഡിയോസൊക്കെ പാടെ കൂട്ടിയിട്ട് ഇട്ടതാണ്. അപ്പോൾ കുട്ടീനെ കൊണ്ടുപോയിട്ട് ഇനി ബാക്കി